അങ്ങനെ 2025 UEFA ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ പിക്ചർ റെഡിയായി. ബാഴ്സ ഇന്റർ മിലാനെ നേരിടാൻ പോവുകയാണ്, അതുപോലെ തന്നെ ആർസണൽ PSG നേരിടാൻ പോവുകയാണ്. ശരിക്കും ഇന്നലെ സാന്റിയാഗോയിൽ എന്താണ് നടന്നത്? ഇന്നലെ ആർസണലിന്റെ എവേ മാച്ചാണ് റിയൽ മാഡ്രിഡിന്റെ ഹോം മാച്ചും. റിയൽ മാഡ്രിഡിന്റെ ഹോം മാച്ചിൽ റിയലിന് നമ്മൾ പ്രതീക്ഷിച്ചത്ര പെർഫോമൻസ് ഇന്നപ്പോൾ റിയൽ മാഡ്രിഡ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. ആർസണൽ എവേ മാച്ചിൽ തന്റെ ഹോം മാച്ച് പെർഫോമൻസ് ആക്കി മാറ്റിയിട്ടാണ് മൈതാനം വിട്ടത് അല്ലെ. 2-1 വീണ്ടും ഹോമിലും എവേലും ആർസണൽ റിയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി. ശരിക്കും മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ മാച്ച് തുടങ്ങുന്നത് ഒരു ഫൗളിലാണ്. അപ്പോൾ തന്നെ റിയൽ മാഡ്രിഡ് ആരാധകരുടെ എല്ലാ പ്രതീക്ഷയും കളഞ്ഞിട്ടാണ് മാച്ച് ആരംഭിക്കുന്നത്. അസെൻസിയോ 10ാം മിനിറ്റിൽ മെറീനെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൗളിൽ നിന്നാണ് മാച്ച് ആരംഭിക്കുന്നത്. അവിടെയും റിയൽ മാഡ്രിഡിനെ ഗോൾ കീപ്പർ രക്ഷകനായി കൊറോയ്സ് അദ്ദേഹത്തിന്റെ കിടിലൻ സേവിൽ വീണ്ടും കംബാക്കിനുള്ള ഒരു ചാൻസ് ആണ് റിയൽ മാഡ്രിഡിനെ കൊടുത്തത്. അത് കഴിഞ്ഞ് കളിയുടെ 65ാം മിനിറ്റിൽ മെറിനോ വളരെ കാമായിക്കൊണ്ടാണ് സാക്കിലേക്ക് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നത്. ആ ത്രൂ ബോൾ കൊടുക്കുന്ന സമയത്ത് റൊഡീഗർ എടുത്തുണ്ട്. അത് തടയാൻ, അത് ബ്ലോക്ക് ചെയ്യാൻ റൊഡീഗർ നോക്കാത്തത് കൊണ്ടാണ് അതവിടെ ഗോളാക്കി മാറിയത്. അത് ഗോളായി മാറിയത്. അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ തന്നെ ഹൈ പ്രഷറിൽ വിനീഷ്യസിന്റെ ഒരു ഹൈ പ്രഷറിലാണ് സാലിബന്റെ അടുത്ത് 65ാം മിനിറ്റ് പന്തെടുക്കുന്നതും റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു കിക്ക് എടുക്കുന്നതും ഗോളാക്കി മാറ്റുന്നതും. അത് വിനീഷ്യസിന്റെ ഒരു പ്രഷർ കൊണ്ട് വീണ ഒരു ഗോളാണ് 65ാം മിനിറ്റ് ആ ഒരു ഗോൾ. അത് കഴിഞ്ഞ് കളിയുടെ 93ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് സെറ്റ് പീസിൽ നിന്ന് കിട്ടിയ പന്ത് മെറിനോ വളരെ കാമായിക്കൊണ്ട് റൺ എടുത്തുകൊണ്ട് മാർട്ടിനെല്ലിക്ക് ഒരു കിടിലൻ ത്രൂ പാസ് നൽകി. മാർട്ടിനെല്ലി ആ ഗോൾ എടുത്തുകൊണ്ട് റൺ ചെയ്തുകൊണ്ട് ഒരു കിടിലൻ ഫിനിഷിലൂടെ അത് രണ്ടാമത്തെ ഗോളാക്കി മാറ്റി. അങ്ങനെ 2-1 റിയൽ മാഡ്രിഡിനെ സ്വന്തം പട്ടികയിൽ ആർസണൽ പരാജയപ്പെടുത്തി. സാക്ക് ഗോൾ അടിച്ചപ്പോഴും മാർട്ടിനെല്ലി ഗോൾ അടിച്ചപ്പോഴും അവിടെ സെലിബ്രേഷൻ കാണണമായിരുന്നു. ഹോം ഗ്രൗണ്ടും എവേ ഗ്രൗണ്ടും ഒരുപോലെ ആക്കിയിട്ടാണ് ആർസണൽ മൈതാനം അല്ലെ. ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 1-0 റിയൽ മാഡ്രിഡ് വിജയിക്കണമെന്നാണ്. തന്റെ റിയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ ഒരിക്കലും റിയലിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയും റിയലിനെ പരാജയപ്പെടുത്തിയിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ആർസണൽ. റയൽ മാഡ്രിഡിനെ ഹോമിലും ഹെവയിലും പരാജയപ്പെടുത്തിയിട്ടാണ് സെമി ഫൈനലിലേക്ക് ആർസണൽ കടന്നിട്ടുള്ളത്. ആർസണൽ കിട്ടിയ ടീമാണ്. മേ ബി ചാൻസ് ഉണ്ട് ആർസണൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ. ഓക്കെ, എനിവേ കംബാക്ക് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതൊന്നും കണ്ടില്ല. ഭയങ്കര രീതിയിൽ ഹൈ പ്രഷർ ചെയ്ത് കളിക്കുന്നതായിട്ട് കണ്ടു റിയൽ മാഡ്രിഡ്. പക്ഷെ ഗോളാക്കി മാറ്റാൻ റിയൽ മാഡ്രിഡിന് സാധിച്ചില്ല. വിനീഷ്യസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്, ഭയങ്കര പ്രസ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാലിബൻ ക്വിക്ക് ആയിട്ടുള്ള ഈ പ്രഷറിൽ ആ ഗോൾ എടുക്കുന്നത്, ഗോളാക്കി മാറ്റുന്നത്. ഓക്കെ, റിയൽ മാഡ്രിഡ് തോറ്റു, യുസിയിൽ നിന്ന് പരാജയപ്പെട്ടു, സെമി ഫൈനൽ കടക്കാതെ പോവുകയാണ്. ഇനി നമുക്ക് ഇന്റർവിയസ് ബാൻഡ് മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതൊരു എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മാച്ച് ആയിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ അത് എക്സ്ട്രാ ടൈമിലേക്ക് ഒന്നും പോയില്ല. ലാൽട്ടാറോ മാർട്ടിനസിന്റെ ഒരു ഗോളും അതുപോലെ തന്നെ ഹവാന്റെ ഒരു ഗോളും കൂടി ഇന്റർ സെമി ഫൈനലിലേക്ക് കടന്നു. എനിവേ ബാഴ്സ ഇന്റർ മിലാനെ നേരിടാൻ പോവുകയാണ്, അതുപോലെ തന്നെ ആർസണൽ PSG നേരിടാൻ പോവുകയാണ് സെമി ഫൈനൽ മത്സരത്തിൽ. എനിവേ നമുക്ക് കാണാം. കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മാൻ.